ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ബീഗം ഷഹാന. ഞാൻ എൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ്. കുറച്ച് നാൾ ടീച്ചിങ് ഫീൽഡിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു NGOയുടെ കീഴിൽ മെന്റൽ വെൽനസ് എക്സ്പേർട്ട് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലെയും സ്റ്റാഫുകൾക്ക് മെന്റൽ വെൽനസിന്റെ ഒരു അവയർനെസ് സെഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ NGO നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ട്രെയിനിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് ഞാനിപ്പോ വിംബിൾ അക്കാഡമി നടത്തി വരുന്ന പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിന്റെ 21st ബാച്ചിന്റെ മെമ്പർ കൂടിയാണ്. ഫൈസൽ സാർ ലീഡ് ചെയ്യുന്ന അർച്ചന മാമിന്റെ സപ്പോർട്ടോടുകൂടിയുള്ള ആ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാംസിലൂടെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും എന്ന് അറിയാൻ പറ്റിയത് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. എനിക്ക് നന്നായിട്ട് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിനുള്ള ഒരു വേദി ഒരുക്കി തരാണ് സർ ചെയ്യുന്നത്. നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്. ട്രെയിനേഴ്സ് ടോക്ക് വിംബിൾ അക്കാഡമി തന്നെ സംഘടിപ്പിച്ചിരിക്കുന്ന അവരുടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് കഴിഞ്ഞ് ട്രെയിനേഴ്സ് എടുക്കുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്നതിന്റെ സെഷനിലാണ് നമ്മൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ അതിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ജോയിൻ ചെയ്ത ഓരോരുത്തരെയും വെൽക്കം ചെയ്യാണ്. അതിന്റെ ഒപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നവരെ. കാരണം നിങ്ങളുടെ ടൈം, നിങ്ങളുടെ 1 മണിക്കൂറാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ സംസാരിക്കുന്ന ആളിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെ ലിസൺ ചെയ്യുന്ന ആളുള്ളപ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുന്നത്. അപ്പൊ അതിന് നിങ്ങളുടെ ടൈം നിങ്ങൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഓക്കെ. അപ്പം ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ് ട്രെയിനർ എന്ന് പറയുന്നത്. ട്രെയിനിങ് പ്രോഗ്രാംസും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഓരോരുത്തരും മറ്റൊരാളെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ലൈഫിലും ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നതും അതിനുവേണ്ടി റിസർച്ച് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനും നന്നായിട്ട് ഗ്രോത്ത് കൊണ്ടുവരാനും നമുക്ക് അതിലൂടെ സാധിക്കും. ഒപ്പം മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ടച്ച് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഒരു ട്രെയിനറിന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഒരു വേദി വിംബിൾ അക്കാഡമി ഒരുക്കി തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ട്രെയിനറിനെ, ഒരു വണ്ടർഫുൾ സ്പീക്കറിനെ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടോപ്പിക് കൊണ്ട് നമ്മുടെ സ്വന്തം അഷ്റഫ് വലിയോറ സാറിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സാർ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഫാമിലി, ചിൽഡ്രൻ, പിന്നെ പാരന്റ്സ്, ഇവർക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന വണ്ടർഫുൾ ഒരു സ്പീക്കറാണ്. ആ സാറിന്റെ ഇന്നത്തെ ടോപ്പിക്കും ഒഡീസി ഓഫ് സെൽഫ് ഡിസ്കവറി ഏറ്റവും നല്ല ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടോപ്പിക്കാണ്. ഞാൻ ആ ടോപ്പിക് കണ്ടപ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തത്. അത്രയും ഭംഗിയുള്ള ഒരു ടോപ്പിക്കുമായിട്ട് സാറ് റെഡി ആയിട്ടിരിക്കുകയാണ്. സാറിന് ഞാൻ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഈ സെഷൻ സാറിന് വേണ്ടിയിട്ട് സാറിനെ ജോയിൻ ചെയ്യാൻ, സാറിന്റെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. താങ്ക് യു ബീഗം ഷഹാന. ഇൻട്രോ പറഞ്ഞ പ്രിയപ്പെട്ട 21th ബാച്ചിലെ സ്റ്റുഡൻസ് ആണെന്ന് മനസ്സിലാക്കുന്നു. വളരെ നന്ദി. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്ത, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഹൃദയത്തോട് ചേർത്ത നന്ദി ആദ്യമേ അറിയിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിലപ്പെട്ട നിങ്ങളുടെ സമയം, ആ 1 മണിക്കൂർ നിങ്ങൾ ഈ ഒരു സംസാരം, ഈ ഒരു ടോക്ക് കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും വിംബിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് ടോക്ക് എന്ന വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഇൻട്രോ പറഞ്ഞ ബീഗം ഷഹാന മാം അത് വളരെ വ്യക്തമായി വിംബിൾ അക്കാദമിയുടെ ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ വളരെ സവിസ്തരം ഇവിടെ പറയുണ്ടായി. എങ്കിലും നമ്മളൊരു അനുഭവം ഉണ്ടാവുമല്ലോ.
സ്വാഭാവികമായും അത് പങ്കുവെക്കുക എന്നത് ഏതൊരാളുടെയും ഒരു ആഗ്രഹമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറാകുക എന്ന വല്ലാത്തൊരു പാഷനായിരുന്നു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ വിംബിൾ അക്കാദമിയെ കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. 19th ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആ ബാച്ച് തുടങ്ങുന്നതിന്റെ കൃത്യമായി പറഞ്ഞാൽ അന്ന് രാത്രി ബാച്ച് തുടങ്ങുകയാണ്, ഉച്ചക്കാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ കോഴിക്കോടുള്ള സുഹൃത്താണ് ഈ അക്കാദമിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അങ്ങനെ ഉടനെ ഫൈസൽ സാറെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഉള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ, ചെറിയ സ്പാർക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് വലിയൊരു വിളക്കായി പ്രകാശമായി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നോട്ട് ചേഞ്ച് ബട്ട് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാൻ വിംബിൾ അക്കാദമി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ 2 മാസമായിരിക്കാം, അല്ലെങ്കിൽ 3 മാസമായിരിക്കാം. പക്ഷേ വിംബിൾ അക്കാദമിയുടെ ആ പാത നമ്മൾ അവരോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് ഒഴിഞ്ഞു പോകുന്നത് അതുവരെ അവര് നമ്മുടെ കൂടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിനർ ആവണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായും എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ വിംബിൾ അക്കാദമിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്തെ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്ന് ശരി നിങ്ങളൊരു മോട്ടിവേഷൻ ട്രെയിനർ ആയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്പീക്കർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ഒഴിവാക്കുകയല്ല. മറിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസിനനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ ഇംപ്രൂവ്മെന്റിനനുസരിച്ച് വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്തിട്ട് അവസരങ്ങളെ തുറന്നു തരികയാണ്. ഒരുപാട് അവസരങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ നല്ലൊരു ചോയ്സ് ആണ്. നമ്മൾ ട്രെയിനർ ആകുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നതിലപ്പുറം ഇത് ട്രെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സമർപ്പിക്കണമെങ്കിൽ തീർച്ചയായും ഇതുപോലത്തെ ട്രെയിനിങ്ങുകൾ നമുക്ക് ആവശ്യമാണ്, അല്ലെ? അപ്പൊ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, മോർണിംഗ് സർക്കിൾ ഉണ്ട്, ഇതുപോലത്തെ ട്രെയിനിങ് സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിൽ നമുക്ക് അവസരങ്ങൾ, നമ്മുടെ അവസരങ്ങളുടെ വാതിലുകൾ മലർച്ച തുറന്നു കെട്ടിരിക്കുക. അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ട്രെയിനറായി, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറായി മാറാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായി. ഞാനിത് നേരത്തെ ഒരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ ഈ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മുടെ കോൺഫിഡന്റ് കൂടി, നമുക്കും അതൊക്കെ ചെയ്യാൻ കഴിയും. ഞാൻ വിചാരിച്ചിരുന്നത് ഫൈസൽ സാറിനെ പോലത്തെ, അർച്ചനമാനെ പോലത്തെ, ജാസ്മിമാനെ പോലത്തെ ആൾക്ക് മാത്രമേ നടക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ, നമ്മൾ അവരോടൊപ്പം ചേർന്നപ്പോൾ ഒരു ടീം വർക്കാണ്. അതാണ് വളരെ മനോഹരം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തെ പോലെ എല്ലാവരെയും എന്ത് ചെയ്തു? പിന്തുണ നൽകി, സപ്പോർട്ട് ചെയ്ത്, തിരുത്താൻ പറഞ്ഞ്, അങ്ങനെ വളരെ പോസിറ്റീവായ, നല്ലൊരു പോസിറ്റീവ് എനർജറ്റിക് തരുന്ന വളരെ മനോഹരമായ ഒരു അക്കാദമിക്കാണ് വിംബിൾ അക്കാദമി. അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് അതിനെ അങ്ങ് പുകഴ്ത്തി പറയാൻ ഞാൻ തെറ്റിദ്ധരിക്കേണ്ട, എന്റെ അനുഭവം വെച്ച് നിങ്ങളോട് പറയും. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇതിന് അവസരം നൽകിയ ഇതിന്റെ പിന്നണി പോരാളികൾ, അതേപോലെ നമ്മുടെ ഫൗണ്ടർ, ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ സാറാണ്. അദ്ദേഹത്തോടും ടീം അംഗങ്ങളോടും ജോയിൻ ചെയ്ത എല്ലാവരോടുള്ള സ്നേഹവും സന്തോഷവും കടപ്പാടും വളരെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് ആറ്റം ബോംബ്, അല്ലെ? ലോകത്ത് ശക്തിയുള്ള ഏറ്റവും വലിയ ഒരു ശക്തിയാണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്. ഒരു കഥയിലൂടെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിവക്കിൽ ആ റോഡ് സൈഡില് ഒരു വന്യവയോധികനായ ഒരു വൃദ്ധൻ ഒരു കുടിൽ കെട്ടി, ഒരു ചെറിയ കുടിൽ കെട്ടി, ഒരു ടെന്റ് കെട്ടി താമസിച്ചിരുന്നു.
അദ്ദേഹത്തിന് ബന്ധുക്കൾ ആരുമില്ല. ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ഭാണ്ഡങ്ങളും മുഷിഞ്ഞ കുറച്ച് തുണികളുമാണ്. പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു ഇരുമ്പിന്റെ ഒരു പെട്ടിയാണ്. അത് തലയ്ക്ക് വെച്ചാണ് അദ്ദേഹം എപ്പോഴും കിടന്നുറങ്ങാറ്. അത് വളരെ ഭദ്രമായി പൂട്ടി വളരെ സുരക്ഷിതമായി അദ്ദേഹം വെച്ചിട്ടുണ്ട്. ആളുകളൊന്നും അത് അദ്ദേഹം തുറക്കുന്നത് ഇവരെ ആരും കണ്ടിട്ടൊന്നുമില്ല. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളിൽ നിന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ അദ്ദേഹം പലപ്പോഴും ചിന്തിക്കും, എനിക്ക് ദൈവം ബന്ധുക്കളെ തന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ ദൈവം തന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾ സ്വയം ഇങ്ങനെ കുറ്റബോ അല്ലെങ്കിൽ ആ നെടുവീർപ്പിടും. അങ്ങനെ കുറെ കാലം ഇങ്ങനെ ജീവിച്ചു. ഒരു ദിവസം അദ്ദേഹത്തെ നോക്കുമ്പോൾ ഈ പെട്ടിയുടെ മേൽ കമിഴ്ന്ന് ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. ആളുകൾ വിചാരിച്ചും ഉറങ്ങായിരിക്കും. ഉച്ചയായിട്ടും ഇദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. അപ്പോ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ആളുകളൊക്കെ വന്ന് നോക്കി, അദ്ദേഹത്തെ ഒന്ന് തൊട്ടു നോക്കി, അനങ്ങുന്നില്ല. അപ്പൊ ആളുകൾ അദ്ദേഹത്തിന് മറിച്ചിട്ടു. നോക്കുമ്പോ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു. ഉടനെ ആളുകൾ മുനിസിപ്പൽ അധികൃതരുടെ പേര് അറിയിച്ചു. ബന്ധപ്പെട്ട ആളുകൾ വന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം പൊതുശ്മശാനത്തിൽ നടത്തി. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാണ്ഡങ്ങളുണ്ട്. ഈ ഭാണ്ഡങ്ങൾ അവർ ഒരു വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഒരു കുടിലാണ്. ആ കുടില് അവർ പൊളിച്ചു നീക്കി. പിന്നെ ഉണ്ടായിരുന്ന ആ ഇരുമ്പ് വെട്ടിയാണ്. ആളുകൾ അതെടുത്ത് പൊക്കാൻ ശ്രമിച്ചു, പക്ഷെ പൊങ്ങുന്നില്ല. കുറെ കാലങ്ങളായി അതവിടെ ഇങ്ങനെ നിന്നിട്ട് അതിൽ ഭൂമിയിൽ അതിന് ഉറച്ചു നിൽക്കുക. അവസാനം ആളുകൾ പരിശ്രമിച്ച് അതിന്റെ താഴെ പൊട്ടിച്ച് പൊളിച്ചു. നോക്കുമ്പോൾ അത്ഭുതം എന്ന് പറയാം, അതിൽ നിറയെ വജ്രങ്ങളും രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു നിധി കുംഭമായി. ഇവിടെ ഈ കഥ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. സത്യത്തില് ഈ നിധി കുംഭം എന്താണ് ആർക്കും പറയാൻ പറ്റും? ഈ യാചകന് ആരാണ്? ഈ നിധി കുംഭം എന്താണ്, എന്തായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? അൺമ്യൂട്ട് ചെയ്തിട്ട്. ഇത് ഈ നിധികുംഭം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സാധ്യതകളാണ്, അല്ലെ? കാരണം ഈ മനുഷ്യൻ ഇത് തലക്ക് വെച്ച് കിടന്നുറങ്ങിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ നെടുവീർപ്പിട്ടിരുന്ന് എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ടിരുന്നു. മനുഷ്യന്റെ സാധ്യതകൾ, മനസ്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെയാണ് അദ്ദേഹം നിധിയായി കൂട്ടിവെച്ച് അദ്ദേഹം ഇങ്ങനെ മൂടിയിട്ട് വെച്ചത്. അതിലെ യാചകൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും, അല്ലേ? നമ്മൾക്ക് കഴിവുകളുണ്ട്. മറ്റുള്ളവരുടെ കഴിവും കുറവും നോക്കാതെ നമുക്ക് കിട്ടിയ കഴിവിനെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സ്കില്ലിനെ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നു. കാരോൾഡക്ക് 2 തരം മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ പരിചയപ്പെടും. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ, മറ്റൊന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. ഇതിൽ പേര് തന്നെ നമുക്കറിയാം, അതിന്റെ നിർവചനം ഉണ്ട്, അല്ലെ? ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരുന്ന, അല്ലെ? നമുക്കറിയാം ഗ്രോത്ത്, വളരുന്ന മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. ഫിക്സഡ് എന്ന് പറയുമ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുക, ഇന്നത് വളരൂല, അല്ലെ? ഇനി എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ കോൺക്രീറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഒരു വ്യക്തിയുടെ കഴിവുകളും ബുദ്ധിയും ഉപയോഗിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും നമ്മൾ കണ്ടെത്തുന്നതാണ് ശരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. കാരോൾഡക്ക്
ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കതൊന്ന് ഒരു ഓട്ടപ്രദർശനം നടത്താം ഓരോ പോയിന്റ് ആയിട്ട്. ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ എപ്പോഴും വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. ചലഞ്ച്, അവർക്ക് എപ്പോഴും വെല്ലുവിളികൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. സേഫ് സോണിൽ നിന്ന് പുറത്ത് കിടക്കും അവര്, അല്ലേ? നമ്മുടെ കഴിവുകളെ വെച്ച് നമ്മള് ചലഞ്ചുകൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് എന്താവും? വികസിക്കും. തലച്ചോറിന് പുതിയ പുതിയ നമ്മള് പരിശ്രമിക്കുമ്പോൾ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോറ് വികസിക്കും. അപ്പൊ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ അമിതമായ താല്പര്യമായിരിക്കും ഇത്തരം ആളുകൾക്ക്. അവര് സേഫ് സോണിൽ എപ്പോഴും പുറത്ത് കിടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഫിക്സുള്ള മൈൻഡ് സെറ്റുകളാണെങ്കിലോ അവർ ആ സേഫ് സോണിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. ഇവിടെ കളിച്ച പിന്നെന്താ, പ്രശ്നമൊന്നുമില്ല, ഒന്നും അറിയണ്ട, ഒന്നും പേടിക്കണ്ട, പരാജയപ്പെടാൻ ഒന്നും പേടിക്കണ്ടല്ലോ. അപ്പൊ ആ സേഫ് സോണിൽ കിടന്ന് കളിക്കുന്ന ആളുകളാണ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആളുകൾ. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആളുകൾ അവർ ചലഞ്ചുകളെ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുക്കാൻ ശ്രമിക്കും. നമുക്കറിയാം, തോമസ് എഡിസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? 1000 പ്രാവശ്യമാണ് അദ്ദേഹം തന്റെ ബൾബ് എന്ന പ്രൊഡക്റ്റിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചത്. ഒന്നല്ല രണ്ടല്ല, 1000 പ്രാവശ്യം പരിശ്രമത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ ബൾബ് എന്ന മനോഹരമായ പ്രൊഡക്റ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ ലോകത്ത് അറിയപ്പെടുന്നത് അത് 1000 പ്രാവശ്യം അദ്ദേഹം ശ്രമിച്ചു എന്ന കാരണത്താലാണോ? അങ്ങനെയാണോ? 1000 പ്രാവശ്യം ശ്രമിച്ചൊരു മനുഷ്യനാണ് എന്ന പേരിലാണോ അദ്ദേഹം അറിയപ്പെടുന്നത്? അല്ല, മറിച്ച് അദ്ദേഹം കണ്ടെത്തിയ ബൾബ് എന്ന ആ പ്രൊഡക്റ്റിന്റെ വാല്യൂലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശരിയല്ലേ? അദ്ദേഹത്തോട് ഈ പരാജയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വെളിച്ചമില്ലാത്ത 1000 വഴികൾ ഞാൻ കണ്ടെത്തി എന്നേ ഉള്ളൂ എന്നവർ. വെളിച്ചമില്ലാത്ത 1000 വഴികൾ ഞാൻ കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്നവർ. അപ്പൊ ചലഞ്ചുകൾ 1000 പ്രാവശ്യം തോറ്റു, പക്ഷെ അത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്, അല്ലെ? ഒന്നാമത്തത് ചലഞ്ചുകളെ ഏറ്റെടുക്കാൻ ഇത്തരം ആളുകൾക്ക് വളരെ ആഗ്രഹമായിരിക്കും. രണ്ടാമത്തത് പരാജയങ്ങളിൽ പാഠം ഉൾക്കൊള്ളും. നമുക്കറിയാം, ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരാൾ പരാജയപ്പെടാതെ വിജയിച്ചിട്ടുണ്ടോ? ലോകത്ത് അറിയപ്പെടുന്ന ആരാവട്ടെ, ഒരിക്കലും പരാജയപ്പെടാതെ ആരും വിജയിച്ചിട്ടില്ല. പരാജയത്തിന്റെ താഴ്വരയുടെ സഞ്ചരിച്ചാൽ മാത്രമേ വിജയത്തിന്റെ പടവുകൾ താഴെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ എന്താവും, ഇത്ര ആളുകൾ പരാജയങ്ങൾ എന്താവും, അതിൽ പഠിക്കാനുള്ള, ആ പരാജയങ്ങൾ പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു മീഡിയ ആയിട്ട് അതിനെ കണക്കാക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, ചെറിയ മക്കളുണ്ട്, അല്ലെ? അവർ നടക്കാൻ പഠിക്കുന്നത് എങ്ങനെ? അവരെണീക്കും, വീഴും, വീഴും എണീക്കും, വീഴും എണീക്കും, അല്ലെ? എന്ന് കരുതിയോ ഇതിപ്പോ കുറെ ആൾക്കാർ കണ്ടു, വീട്ടുകാരെ കാണുന്നു, എനിക്ക് നാണമുണ്ട്, ഇനി ഞാൻ നടക്കാനൊന്നും ശ്രമിക്കൂല എന്ന് പറഞ്ഞ് കുട്ടികൾ മാറി നിൽക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പരാജയം എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല, ചിലതിന്റെയൊക്കെ തുടക്കമാണ്. നിങ്ങൾക്ക് ജാക്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജാക്മ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ജാക്മ? നോ സർ. യെസ് എന്ന് പറഞ്ഞേ. യെസ്, അദ്ദേഹം ചൈനയിലാണ് അദ്ദേഹം ജനിച്ചത്. 1964 ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം 10 പ്രാവശ്യം സ്കൂൾ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. 10 പ്രാവശ്യം, ഒന്നല്ല രണ്ടല്ല, 10 പ്രാവശ്യം സ്കൂൾ അഡ്മിഷന് വേണ്ടി ചേരാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട വ്യക്തിയാണ് ജാക്മ. അദ്ദേഹത്തിന് ഇതുപോലെ KFC-യിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 24 ഉദ്യോഗാർത്ഥികളെയാണ്, 24 ജോലിക്കാരെയാണ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതിൽ പെട്ട ഒരാളായിരുന്നു നമ്മളെ ഇന്റർവ്യൂവിന് വന്ന ഒരാളായിരുന്നു ജാക്മ. പക്ഷെ 23 ആളെയും ആ കമ്പനി അക്കോമഡേറ്റ് ചെയ്തു, നമ്മളെ ജാക്മയെ തള്ളി. കാരണം കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്.
ഇദ്ദേഹത്തിന് കഥ വളരെ രസകരമാണ്, ചുരുക്കി പറയാം. അങ്ങനെ 1995 ഇദ്ദേഹത്തിന് വേറെ ഇംഗ്ലീഷിൽ ഭയങ്കര താല്പര്യനായിട്ടോ, ഇംഗ്ലീഷിൽ ഭയങ്കര ആഗ്രഹം. അത് കണ്ടിട്ട് ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഈ ടൂറിസ്റ്റുകൾ വരുമ്പോഴേ അവരുടെ കൂടെ സൈക്കിൾ യാത്ര ചെയ്തിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവർക്ക് ഗൈഡായി പോയിക്കൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ച് അങ്ങനെ അതിൽപ്പെട്ട ഒരു ടൂറിസ്റ്റാണ് അദ്ദേഹത്തിന് ഈ ജാക്മ എന്ന പേര് കൊടുത്തത്. ശരിക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മായൂൻ എന്നാണ്. ഇങ്ങനെ അദ്ദേഹം 1995 ഒരു യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം ഇന്റർനെറ്റിൽ എന്തോ ചൈനയുമായി ബന്ധപ്പെട്ട എന്തോ 2 വാക്കുകൾ പരതിയപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ചൈനയില് ഇന്റർനെറ്റ് പേജിന് വളരെയധികം സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ഒരു ചൈനീസ് പേജ് എന്ന ഒരു വെബ്സൈറ്റ് അദ്ദേഹം നിർമ്മിക്കുകയാണ്. സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന രൂപത്തിലുള്ള ഒരു ചൈനീസ് പേജ് അദ്ദേഹം നിർമ്മിച്ചു. അങ്ങനെ 1999 അദ്ദേഹം 17 സുഹൃത്തുക്കളും ചേർന്ന് രൂപീകരിച്ച ഒരു വലിയ ഇ കൊമേഴ്സ് കമ്പനി ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ പേര് ആർക്കെയും പറയാൻ പറ്റും? ജാക്മ രൂപീകരിച്ച ഓൺലൈൻ പർച്ചേസ് രൂപീകരിച്ച ഒരു പ്ലാറ്റ്ഫോമിന്റെ പറയാൻ പറ്റായിരിക്കെങ്കിലും? ഓക്കെ, അതിന്റെ പേരാണ് അലിബാബ. ആലിബാബ 40 കള്ളന്മാരല്ല, അലിബാബ. അദ്ദേഹം മനസ്സിലാക്കിയത് ചൈനയിലെ ആളുകൾക്ക് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പറ്റിയ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വേണമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം 17 സുഹൃത്തുക്കളും കൂടി രൂപീകരിച്ചാണ് 1999 രൂപീകരിച്ച അലിബ എന്ന വലിയ കമ്പനി. അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അദ്ദേഹം പിന്നെ നമ്മുടെ ഇപ്പോ ഗൂഗിൾ പേ, ജി പേ ഒക്കെ പറയുന്ന പോലെ അദ്ദേഹം ഒരു അലിപേ എന്ന ഒരു സംവിധാനവും കൂടി അദ്ദേഹം രൂപീകരിച്ചു, ആളുകൾക്ക് പേയ്മെന്റ് നടത്താൻ വേണ്ടി. നോക്കണം, നിങ്ങൾ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസിലോ ഒരു പരിചയമില്ലാത്ത 10 പ്രാവശ്യം സ്കൂൾ അഡ്മിഷൻ കിട്ടാതെ പുറത്താക്കിയ 24 ആളുകളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ 23 ആൾക്കും കമ്പനി അക്കോമഡേറ്റ് കൊടുത്തപ്പോൾ അതിൽ നിന്ന് പുറന്തള്ളപ്പെട്ട നമ്മുടെ ജാക്മ തന്റെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി സാധ്യതകളെ വെല്ലുവിളികളെ സാധ്യതകളെ ഏറ്റെടുത്തുകൊണ്ട് ആ ചൈനയിലെ ഏറ്റവും വലിയ കമ്പനിയുടെ ഒരു ഫൗണ്ടറാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ ചലഞ്ചുകളെ, വെല്ലുവിളികളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണ്. അദ്ദേഹം പരാജയത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് മനോഹരമായ വാക്കാണ്. അദ്ദേഹം പറയുന്നു, ഇന്ന് കഠിനമാണ്, നാളെ അതിലേറെ കഠിനമാവും, മറ്റന്നാൾ മനോഹരമായിരിക്കും. അതായത് നമ്മൾ പരിശ്രമിക്കുന്നതനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒന്നാമത് അവർ ചലഞ്ചുകളെ ഏറ്റെടുക്കും, രണ്ടാമത്തത് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, ഗ്രോത്ത് മൈൻഡ്സെറ്റുള്ള ആളുകളുടെ പ്രത്യേകതകളാണ്. മൂന്നാമത്തത് ഫീഡ്ബാക്കിനെ അവര് എന്താക്കും, ഫീഡ്ബാക്ക് എടുക്കാൻ ശ്രമിക്കും. അതൊരു സമ്മാനമായി, ഉപദേശങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള നിർദ്ദേശങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലൊരു ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് മാറ്റങ്ങൾക്ക് വേണ്ടി, തിരുത്തലുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഫീഡ്ബാക്ക് എടുക്കാൻ ശ്രമിക്കുന്നതും ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആളുകളോ ഫീഡ്ബാക്കുകൾ പേടിക്കും. കാരണം ഫീഡ്ബാക്കുകൾ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത് കേൾക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ആളോട് എന്തൊക്കെയോ തോന്നും, അല്ലെ, എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നും. പരാജയങ്ങളെ ഒരിക്കലും അവർ അംഗീകരിക്കില്ല. ഇതാണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ പ്രത്യേകത. എന്നാൽ നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ പരാജയങ്ങളെ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകളെ അവർ എന്താവും കളക്ട് ചെയ്തുകൊണ്ട് എവിടേക്കാണ് തിരുത്തേണ്ടത് എന്നതിനെ കുറിച്ച് അവൾ പഠിക്കുകയും അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, നാലാമത്തെ ഗുണം നമ്മൾ കാരോട്ടൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ വിഷയത്തിൽ
പ്രചോദനം കണ്ടെത്തും. മറ്റുള്ള ആളുകളുടെ വിജയത്തിൽ പ്രചോദനം കണ്ടെത്തും. മറ്റുള്ള ആളുകൾ വിജയിച്ചാൽ അത് എങ്ങനെയാണ് അവർ വിജയിച്ചത്, എന്താണ് അവരുടെ ജീവിത ചരിത്രം, എങ്ങനെയാണ് അവർക്ക് ആ വിജയം കൈവരിക്കാൻ സാധിച്ചത് എന്നതിനെ കുറിച്ച് അവർ പഠിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യും എന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആളുകളുടെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പഠനത്തിലുള്ള താല്പര്യം. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ, എന്നും അപ്ഡേറ്റ് ആവാൻ, ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. കരോണ്ടൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഞാൻ ഇവിടെ പരാമർശിക്കുന്നു. ഇനിയിപ്പോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവേണ്ട ആളുകളുടെ പ്രത്യേകതകളാണ് നമ്മളിപ്പോ പറഞ്ഞു. ഇനി അത് ഉണ്ടാവാൻ എന്ത് ചെയ്യണം? ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ നമുക്കൊക്കെ ആ ഫിക്സഡ് മൈൻഡ് സെറ്റ് മാറിയിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറേണ്ടത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് രണ്ട് പോയിന്റ് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് ആയി വരില്ല. പിന്നെയോ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ കഴിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്തത് കൊണ്ട് നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളരൂല. ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ മാറ്റുക എന്നുള്ളത്. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റുക. അല്ലെ, നമുക്കൊരു മനോഹരമായൊരു പാറ അല്ലെങ്കിൽ വലിയൊരു പാറക്കല്ലിൽ നിന്നാണ് മനോഹരമായൊരു ശില്പത്തെ കിട്ടുന്നത്. അല്ലെ, ശരിയല്ലേ? ആ മനോഹരമായ ശില്പം ആ പാറക്കല്ലിനുണ്ട്. ആ പാറക്കല്ലിന്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ചെത്തി ഒഴിവാക്കിയപ്പോഴാണ് നമുക്ക് മനോഹരമായൊരു ശില്പത്തെ കിട്ടിയത്. ഇതുപോലെ നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മാറ്റി നിർത്തുക. നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് ചിന്തകളുമായി നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ കൊണ്ടുവന്നാൽ തീർച്ചയായും നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ, പോസിറ്റീവ് ചിന്തയായി നമ്മൾ വരുമ്പോൾ നമ്മളെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താവും? ഗ്രോത്ത് ആവും. അപ്പൊ നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തുക. നെഗറ്റീവ് ചിന്തകളെ മാത്രമല്ല, അത്ര ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, ഉദാഹരണം ഇപ്പൊ നമ്മൾ ഒരു മോട്ടിവേഷൻ കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പോവുക. അപ്പൊ നമ്മൾ പറയാം, ഇനിയിപ്പോ അതൊക്കെ ചെയ്യണം, നിനക്കിപ്പോ അതൊക്കെ കഴിയോ, പ്രായം എത്ര ആയില്ലേ, ഇനിയിപ്പോ സാധിക്കോ, എന്തിനാ വെറുതെ ക്യാഷ് കളഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പിന്നോട്ട് വലിക്കും ഒരുപാട് ആളുകൾ. അല്ലെ, നമ്മളിങ്ങനെ പിന്നോട്ട് വലിക്കും. നിനക്കതിന് കഴിയില്ല, നമ്മളിങ്ങനെ നിരുത്സാഹപ്പെടും. അല്ലെ, അത്ര ആളുകളുമായുള്ള കൂട്ടുകെട്ടും അവസാനിപ്പിക്കുക. പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ നിലക്കും നമ്മളെ പിന്തുണ നൽകുന്ന ആളുകൾ, അവരുമായി കൂട്ടുകാരെ ശ്രമിക്കുക. വിജയിച്ചവരുടെ ചരിത്രം വായിക്കാൻ ശ്രമിക്കുക. വിജയിച്ചവരുമായി നമ്മൾ ഇടപഴകാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൂടിക്കൂടി വരും. രണ്ടാമത്തത്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് പരിശ്രമത്തെയും പ്രക്രിയയെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ പരിശ്രമത്തെയും നമ്മുടെ പ്രക്രിയയെയും പ്രോത്സാഹിപ്പിക്കും. ആര് പ്രോത്സാഹിപ്പിക്കണം? നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ പറയുന്ന ശരീരത്തോട്, മനസ്സിനോട്, ഞാൻ ഇന്ന് നല്ല പ്രവൃത്തി ചെയ്തു, എനിക്ക് താല്പര്യം ഉണ്ടായി, എനിക്ക് ഇഷ്ടമായി എന്ന് നമ്മൾ തന്നെ പറയണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? സെൽഫ് ലവ് വേണം. സ്വന്തത്തെ നമ്മൾ സ്നേഹിക്കണം. അല്ലെ, നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുകയാണ് ചെയ്യും. അല്ലെ, സെൽഫ് ലവ്, പരിശ്രമത്തെയും പ്രക്രിയയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ സ്വയം പരിശ്രമത്തെ നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അതിന് ഒരു പ്രോത്സാഹനം നൽകുക. അത് നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പരിശ്രമത്തെയും പ്രക്രിയയും നമ്മൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. അടുത്ത പോയിന്റ്,
നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ പരാജയത്തെയും വിമർശനങ്ങളെയും പുതിയ രീതിയിൽ കാണുക. ആളുകൾ നമ്മൾ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് നമ്മൾക്ക് പോസിറ്റീവ് ആയ കാര്യങ്ങളാണ് അവർ നമ്മോട് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയും അതിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൂടാൻ കാരണമാകുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ തേടുക. പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ആവുക. നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പുതിയൊരു ഭാഷ പഠിക്കണം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പുതിയ ജോലി നമ്മൾ ഏറ്റെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ തലച്ചോറ് നമുക്ക് വഴങ്ങുന്ന രൂപത്തിലാവും. അപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയതിനെ ഏറ്റെടുക്കാനും പുതിയതുമായി സംവദിക്കാനും നമ്മൾ അപ്ഡേറ്റ് ആകുക, അല്ലെങ്കിൽ എല്ലാം അപ്ഡേറ്റ് ആവുക എന്നുള്ളതും നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പുതിയ കാര്യങ്ങൾ നമുക്കറിയാം, ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ആവാനുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ തലച്ചോറ് അതിനെ ക്യാച്ച് ചെയ്യുകയും തലച്ചോറിന്റെ പേശികൾ വളരുകയും അത് നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൂടാൻ കാരണമാവുകയും ചെയ്യും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, സ്ഥിരതയും അതേപോലെ തന്നെ സ്ഥിരോത്സാഹം. സ്ഥിരതയും സ്ഥിരോത്സാഹവും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു താല്പര്യം ഉണ്ടാവണം, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം, സ്ഥിരമായിട്ട് ചെയ്യണം. ഒരു ദിവസം ചെയ്തിട്ട് പരാജയപ്പെടുമ്പോൾ അയ്യോ ഇനി എനിക്ക് സാധിക്കൂല, ഞാൻ കുറെ നോക്കി ശ്രമിച്ചു നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പിൻവാങ്ങും അല്ലെ? അങ്ങനെ ഒരിക്കലും ചെയ്യും. ഈ ചൈനീസ് മുള നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചൈനീസ് മുള നമ്മളെ മണ്ണിൽ കുത്തിട്ടാല് ഏകദേശം 4 വർഷമാവും അതിന്റെ മുള പൊട്ടണി. എത്ര? 4 വർഷം. ഈ 4 വർഷം ഈ മുള എന്താ ചെയ്യുന്നത്? അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ ബേസിക്, അതിന്റെ അടിത്തറ അത് വികസിപ്പിക്കുക. എന്നാൽ 5ാമത്തെ വർഷം അത് 6 ആഴ്ച കൊണ്ട് 90 അടി വളരുമെന്നാണ് പറയുന്നത്. ഇതുപോലെയാണ് നമ്മളും, അല്ലെങ്കിൽ നമ്മളും അങ്ങനെയാണ് ആവേണ്ടത്. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച്, അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോഴേ 4 വർഷമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്താവും? അത് ഉപേക്ഷിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് അത് ബൗണ്ടറി അല്ല അതിന്റെ ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഉറപ്പിച്ചു നിർത്തിയതിനു ശേഷം ഈ മുളയെ പോലെ 5ാമത്തെ വർഷം നമുക്ക് വളർന്നിട്ട് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യുക? നമ്മള് ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ പരാജയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പിന്മാറുന്നതിന് പകരം സ്ഥിരമായി നമ്മൾ ചെയ്താൽ, വളരെ ആവേശത്തോടു കൂടി മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വിജയങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇത്തരം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. നമുക്ക് ലക്ഷ്യമുണ്ടല്ലേ, പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്ക് എത്തണമെങ്കിൽ ഇത്തരം മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സ്കില്ലും തമ്മിൽ അഭേദമായൊരു ബന്ധം അല്ലെ? സ്കില്ലും ലക്ഷ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധം. നമുക്ക് കിട്ടുന്ന സ്കില്ലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും കഴിവുകളുണ്ട്. കഴിവില്ലാതെ ഒരാളെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ ആ കഴിവിനെ കണ്ടെത്തുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. എന്റെ കഴിവിനെ കണ്ടെത്തുന്നത് ഞാനാണ്. അത് പുറത്തുള്ള വേറെ ആരെങ്കിലും അല്ല, അല്ലെ അർച്ചന മേമോ അല്ലെങ്കിൽ ഫൈസൽ സാറോ അല്ല.
നമുക്ക് തോന്നണം നമ്മുടെ ഉള്ളിന്റെ കഴിവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ശില്പം അല്ലെ, വലിയ പാറക്കല്ലിന്റെ ഉള്ളില് മനോഹരമായ ശില്പമുണ്ട്. ആ ശില്പത്തെ കണ്ടെത്തുന്നപ്പോഴാ നമ്മളെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റുമ്പോഴാ അല്ലെ, ആ മറ്റു ഭാഗങ്ങളെക്കാണ്ട് വെട്ടി ഒഴിവാക്കുമ്പോഴാ മനോഹരമായ ശില്പത്തെ കിട്ടുന്നത്. അതുപോലെ നമുക്ക് ലക്ഷ്യമുണ്ടാവും. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചാൽ മതി. നമ്മൾ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താൽ പോലും അത് നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു ആനന്ദം, ഒരു സന്തോഷം അല്ലെ. ഒരു ദ്വീപില് വലിയൊരു വിളക്കുമാടുണ്ടായി. എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് അതിൽ ജോലിക്കാർ വിളക്ക് കത്തിക്കും. എന്തിനാന്ന് വെച്ചാൽ തീരമറിയാതെ ഏതെങ്കിലും കപ്പലുകളൊക്കെ ദിശ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കരക്കണിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഒരു ദിവസം ഈ ജോലിക്കാരൻ വിളക്ക് കത്തിക്കാൻ വന്നപ്പോ വിളക്കുമാടത്തിന്റെ താഴെ ഒരു കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലെങ്കിലേ നിങ്ങൾ പണമാണോ നിങ്ങളുടെ ലക്ഷ്യം, അതോ ഈ വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അങ്കിള് ചിരിച്ചുകൊണ്ട് ആ കുട്ടിയോട് മറുപടി പറഞ്ഞു, മോനെ, പണമല്ല എന്റെ ലക്ഷ്യം. ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നത് കണ്ടിട്ട്, ഇതിന്റെ വെളിച്ചം കണ്ടിട്ട് ആരെങ്കിലും ദിശ അറിയാതെ കടലിൽ പിന്നെ ദിശ അറിയാതെ ഉണ്ടെങ്കിൽ അവർക്ക് തീരമണയാനുള്ള ഒരു വെളിച്ചമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അഥവാ എന്റെ ചെറിയ വെളിച്ചം കൊണ്ട് അവരുടെ വലിയ വെളിച്ചത്തിലേക്ക് അവരെ എത്തിക്കുക എന്നാണ് എന്റെ ദൗത്യം എന്നും അതാണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥമെന്നും ഈ ജീവനക്കാരൻ ഈ കുട്ടിയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞു വന്നത്. ചെറിയ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ അത് അപ്പുറത്തുള്ള ഒരാൾക്ക് വളരെ റിസൾട്ട് കിട്ടുന്ന ഉപകാരപ്രദമായ സംഗതിയായി. അപ്പൊ ചെറിയതാണ് എന്ന് കരുതി നമ്മൾ മാറി നിൽക്കേണ്ടതില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ജപ്പാനീസ് തത്വജ്ഞനായ ഇക്കിഗായി പറയുന്നുണ്ട്, 4 കാര്യങ്ങൾ സംഗമിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 4 കാര്യങ്ങളുടെ സംഗമമാണ് നമ്മുടെ ലക്ഷ്യത്തിന് സാക്ഷാത്കാരമെന്ന് ഇക്കിഗായി പറയുന്നത്. ചൈനീസ് തത്വജ്ഞനാണ് അദ്ദേഹം, ജപ്പാനീസ് തത്വജ്ഞൻ അദ്ദേഹം പറയുന്ന 4 കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആക്ഷന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് ഇപ്പൊ പാടാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ പാട്ട് തിരഞ്ഞെടുക്കണം. നമ്മൾക്ക് എഴുതാനാണ് ഇഷ്ടം, നമ്മൾ അത് തിരഞ്ഞെടുക്കണം. അതല്ല, ഓടാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവണം. ഒരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് അതിനെന്താവുള്ളൂ, മാറ്റുകൂട്ടുകയുള്ളൂ അല്ലെ. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും ആവേശവും നിറക്കുന്ന കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പാഷൻ ആയിരിക്കണം. ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്കർ ആവുക എന്നെന്റെ ഒരു പാഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തതും ഇന്നിപ്പോ ഇങ്ങനെ ട്രെയിനിങ് ക്ലാസ് ഒക്കെ എടുക്കും അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ പാഷൻ ഉണ്ടാവണം, ഒരു ആഗ്രഹം ഉണ്ടാവണം. നമ്മളെ കഴിവിനനുസരിച്ച് നമ്മുടെ സ്കില്ലെന്തെന്ന് കണ്ടെത്തിയിട്ട് ആ സ്കില്ലിനോട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരണം. ഇക്കിഗായി പറയുന്നു, ഒന്നാമത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ പാഷൻ ഉള്ളതായിരിക്കും. രണ്ടാമത്തത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് കഴിവുള്ളതും നമ്മൾ പരിശീലനം നേടിയതുമായ കാര്യങ്ങളായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നു അല്ലേ. ഒരു കുരങ്ങനോട് കടലിൽ പോയി നീന്താൻ പറഞ്ഞാൽ നടക്കുമോ? ഉദാഹരണത്തിന് പറയാം. അല്ലെങ്കിൽ മത്സ്യത്തോട് മരം കയറണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്നത് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ പാത്ത്, നമ്മുടെ വഴി കണ്ടെത്താൻ കഴിയുള്ളൂ.
അല്ലെ? കഴിവുകൾ എല്ലാവർക്കും ഉണ്ടാവും, ചെറുതും വലുതുമായ കഴിവുകൾ ഉണ്ടാവും. എല്ലാവരും പിന്നെ വലിയ കഴിവുള്ള ആളൊന്നുമില്ല. ചെറിയ കഴിവാണെങ്കിലും ആ കഴിവ് മറ്റുള്ളവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും അതുകൊണ്ടൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു, നമ്മുടെ ജീവിതം ധന്യമായി എന്നാണ് എനിക്ക് പറയാൻ. പണ്ടൊരു കാട്ടില് വലിയൊരു മരം ഉണ്ടായി. എല്ലാ മൃഗം വളരെ ഫലപ്രദമായ പഴങ്ങൾ കായ്ക്കുന്ന മധുരമുള്ള ഫലങ്ങൾ കായ്ക്കുന്ന മരമായി. എല്ലാ മൃഗങ്ങളും വന്ന് യഥേഷ്ടം പഴം പറിച്ച് അവരുടെ വിശപ്പൊക്കെ അടക്കിയിരുന്നു. അങ്ങനെ ഒരു ദിവസം വലിയൊരു കാറ്റും ശക്തമായ കാറ്റും മഴയും വന്നു. ആ ശക്തമായ കാറ്റും മഴയും വന്നപ്പോൾ ഇതിന്റെ വലിയൊരു കൊമ്പ്, ഒരു ശിഖരം ഒടിഞ്ഞു തൂങ്ങി താഴെ ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ കുത്തി നിന്നത് കൊണ്ട് മൃഗങ്ങൾക്ക് പഴം പെറുക്കാനോ പഴം ഭക്ഷിക്കാനോ കഴിയാത്ത അവസ്ഥ വന്നു. മൃഗങ്ങളെല്ലാവരും ഒത്തുകൂടി എന്താണ് ഇതിന് വഴി എന്ന് ആലോചിച്ചു. കാട്ടിലെ വലിയ ശക്തിയുള്ള മൃഗമാണല്ലോ ആന. ആന പറഞ്ഞു, ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ആ കൊമ്പ് മാറ്റിയിടാന്ന് പറഞ്ഞു. ശരി, മറ്റു മൃഗങ്ങൾ സമ്മതിച്ചു. ആനയുടെ ശക്തിയുള്ള ആരും ഏതായാലും കാട്ടിലില്ല. ആന തന്റെ പരമാവധി ശക്തി എടുത്തുകൊണ്ട് ആ കൊമ്പിനെ ബലമായി തള്ളാൻ നോക്കി. പക്ഷെ കൊമ്പ് അനങ്ങുന്നില്ല. മൃഗങ്ങൾക്ക് വീണ്ടും പിന്നെ ദുഃഖിതരായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ ഏറ്റവും വേഗതയുള്ള ആളാണ് കുരങ്ങൻ. കുരങ്ങൻ പറഞ്ഞു, ഞാൻ മരത്തിൽ കയറിയിട്ട് അതിന്റെ ആ കമ്പ് കടിച്ചു പൊട്ടിക്കാം, അപ്പോ അത് സ്വാഭാവികം താഴെ വീഴും, അപ്പൊ നമുക്ക് അതിനെ മാറ്റിയിടാൻ. ശരി, മൃഗങ്ങൾ സമ്മതിച്ചു. കുരങ്ങൻ കയറി. കുരങ്ങന്റെ ശക്തി എടുത്ത് കടിക്കാൻ നോക്കി, കൊമ്പ് അനങ്ങുന്നില്ല. അപ്പോൾ പുലി പറഞ്ഞു ബാക്കിന്ന്, ശരി, എൻ്റെ ഈ കൂർത്ത പല്ലുകൊണ്ട് ഞാൻ അതിന്റെ കമ്പുകളൊക്കെ കടിച്ച് ഞാൻ മാറ്റിത്തരാമെന്ന്. അങ്ങനെ പുലി പരിശ്രമിച്ചു, പക്ഷെ കമ്പ് അനങ്ങിയില്ല. ആ സമയത്താണ് ഒരു കൂട്ടം ഉറുമ്പുകൾ അതുവഴി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇതിലെ ക്യാപ്റ്റൻ ചോദിച്ചു, എന്താ പ്രശ്നം, എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ ആന കാട്ടിലെ ശക്തിയുള്ള മൃഗമാണല്ലോ, നേരത്തെ പറഞ്ഞത്. അപ്പൊ ആന ഒരു കൊച്ചാക്കി ഒന്ന് ഉറുമ്പിനെ ഒരു കൊച്ചാക്കിയിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു മരത്തിന്റെ ശിഖരം ഒന്ന് മാറ്റാനുണ്ട്. അപ്പൊ ഉറുമ്പ് പറഞ്ഞു, ഞാൻ മാറ്റിത്തരാം. അപ്പൊ ആന, എന്നെ പോലത്തെ കാട്ടിലെ ശക്തിയുള്ള ഒരു മൃഗം നോക്കിയിട്ട് നടക്കാൻ കഴിയാത്ത ഇത്തിരി പോന്ന നിനക്ക് ഇങ്ങനെ കഴിയുക. അതിന് ഉറുമ്പൊന്നും മറുപടി പറഞ്ഞില്ല. ഉറുമ്പ് തന്റെ പട്ടാളത്തെ കൂട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി. ആ ഉറുമ്പ് ഒന്ന് നിരീക്ഷിച്ചു, എന്താണ് ആ മരത്തിന് സംഭവിച്ചത്, അല്ലെ ആ കൊമ്പിന് സംഭവിച്ചത് നിരീക്ഷിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ഉറുമ്പിന് മനസ്സിലായി, ഈ കമ്പ് ഒരു കല്ലിന്മേലാണ് ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഉറുമ്പ് കൂട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അതിന്റെ താഴെ ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ചിങ്ങനെ ആയപ്പോൾ എന്തായി, ആ കല്ലൊന്ന് ഫ്രീ ആയി. പിന്നെ ആ ഉറുമ്പ് ആ കല്ല് സാവധാനം അങ്ങോട്ട് മാറ്റി. അപ്പോൾ ആ കൊമ്പ് ഫ്രീ ആയി. ആന വന്ന് തള്ളിയപ്പോ കൊമ്പ് അപ്പുറത്തേക്ക് മാറി. ഇവിടെ നോക്കൂ നിങ്ങളെ, ആനയുടെ ശക്തിക്കോ കുരങ്ങിന്റെ പിന്നെ സ്പീഡിനോ അല്ലെങ്കിൽ പുലിയുടെ പല്ലുകൾക്ക് പോലും കഴിയാത്തത് ഇത്തിരി പോന്ന ആ ഉറുമ്പിന്റെ ഒബ്സർവേഷനിലൂടെ സാധിച്ചു എന്നത്. വലിയ ശക്തി വേണമെന്നോ വലിയ കഴിവ് വേണമെന്നോ ഒന്നുമില്ല നമുക്ക് സഹായിക്കാൻ, അല്ലേ? ഈ ഒരു ഉറുമ്പിനെ നിസ്സാരമായ ഇവരൊക്കെ ശ്രമിച്ച് നടക്കാത്ത കാര്യം നടത്താൻ കഴിയും. അപ്പൊ ശക്തിക്കോ വലിപ്പത്തിനോ ഒന്നല്ല, നമ്മുടെ കഴിവ് എന്താണ്, ചെറുതാവട്ടെ വലുതാവട്ടെ,
അത് മറ്റുള്ളവരെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന റിസൾട്ട്, അതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. ചെറിയ പ്രശ്നങ്ങൾ അല്ലെ, എല്ലാ കഴിവുകളും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. ഒരാളുടെ കഴിവ് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ജീവിതം വിലയിരുത്തിയിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ട്. നമ്മൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് അതിൽ സന്തോഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. വളരെ മനോഹരമായി ജീവിച്ചിരുന്ന ഒരു കാക്ക ഉണ്ടായിരുന്നു കാട്ടില്. അവസാനിപ്പിക്കേണ്ട സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. ആ കാക്ക ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു വളരെ മനോഹരമായ ഒരു അരയന്നത്തെ കണ്ടു. അപ്പൊ കാക്ക വിചാരിച്ചു, എത്ര ഭംഗിയുള്ള അരയന്നം, നല്ല വെളുത്ത ഒരു അരയന്നം, ഞാനാണെങ്കിലോ ആകെ ഒരു കറുപ്പ്. അപ്പൊ ഈ കാക്ക വിചാരിച്ചു, ഈ അരയന്യമായിരിക്കും കാട്ടിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ജീവി. അദ്ദേഹം, ഈ കാക്ക അരയന്നത്തോട് പറഞ്ഞു, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള പക്ഷി, കാരണം നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പൊ ഈ അരയന്നം പറഞ്ഞു, ഇന്നലെ വരെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയിരുന്നത്, പക്ഷെ ഇന്നലെ ഞാൻ 2 നിറമുള്ള തത്തയെ കണ്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ തത്തയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയും. കാക്ക നേരെ തത്തയുടെ അടുത്തെത്തി. തത്തയോട് പറഞ്ഞു, തത്തെ, നീയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. അപ്പൊ തത്ത പറഞ്ഞു, ഞാനും അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്, പക്ഷെ ഞാൻ ഇന്നലെ ഒരു മയിലിനെ കണ്ടു, ഒരുപാട് നിറങ്ങളുള്ള മയിലിനെ കണ്ടു. എനിക്ക് തോന്നുന്നു ആ മയിലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള പക്ഷി. കാക്ക ഉടനെ മൃഗശാലയിലേക്ക് ഓടി, മയിലിന്റെ അടുത്തേക്ക് ഓടി. മയിലിന്റെ അടുത്ത് ചെന്നപ്പോ അവിടെ നിറച്ച ആളുകളാണ്. ഈ ആളുകളൊക്കെ പോയതിനു ശേഷം കാക്ക മയിലിന്റെ അടുത്ത് നിന്നു. മയിലിനോട് പറഞ്ഞു, മയിലേ മയിലേ, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള പക്ഷി. മയിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്, പക്ഷെ എന്നെ കാണാൻ ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും. എന്റെ ഒരുപാട് നിറങ്ങളെ കൊണ്ട് എനിക്ക് ഈ കൂട്ടിൽ ഇവിടെ ജീവിക്കേണ്ടി വന്നു. ഞാൻ ഈ മൃഗശാല മുഴുവൻ നോക്കിയപ്പോൾ കൂട്ടിലടക്കാത്തൊരു പക്ഷി ഉണ്ടെങ്കിൽ അത് കാക്കയാണ്. ഇത് കേട്ട് കാക്ക സന്തോഷത്തോടെ പറന്നുപോയി എന്നാണ് കഥ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് കഴിവുകളുണ്ട്, ആ കഴിവിനെ കാണാതെ അല്ലെങ്കിൽ നമുക്കുള്ള ക്വാളിറ്റിയെ കാണാതെ, സ്കില്ലിനെ കണ്ടെത്താതെ അന്യന്റെ കഴിവുകളെ തേടി പോകുന്നത് ഒരിക്കലും നല്ലതല്ല. സമയ അച്ഛന പതുക്കെ വൈൻഡപ്പിലേക്ക് ഇങ്ങനെ പോവാം. ഓക്കെ ഓക്കെ ശരി. ഫീഡ്ബാക്കും കൂടി ചേർത്ത് ഒരു 8 മണി 8:05 അവസാനിപ്പിക്കാനാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഏത് കാര്യത്തിലാണോ മിടുക്ക് അത് നോക്കിയിട്ട്, വലിപ്പം നോക്കിയിട്ടല്ല, നമ്മുടെ കഴിവിനെയാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത്. അദ്ദേഹം പറയുന്ന 3-ാമത്തെ കാര്യം, 4 കാര്യങ്ങളാ അദ്ദേഹം പറഞ്ഞ്. ഒന്നാമത്തത് നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് പാഷനുള്ളത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. 3-ാമത്തത് ലോകത്തിന് ആവശ്യമുള്ളത്. ലോകത്തിന് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ ആവശ്യമുള്ളത്. നേരത്തെ ജാക്ക് മജീദ് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ വെബ്സൈറ്റിനാണ് അദ്ദേഹം, ആ ചൈനയിലെ വെബ്സൈറ്റിന്റെ അഭാവം അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ആ വെബ്സൈറ്റ് രൂപീകരിക്കുകയുണ്ടായത്. എന്ന് പറഞ്ഞ പോലെ എന്താണ് ആളുകൾക്ക് ആവശ്യം അത് നമ്മൾ നടപ്പാക്കുക എന്നുള്ളതാണ്. APJ അബ്ദുൽ കലാം നമുക്കറിയാം അല്ലെ, അദ്ദേഹത്തിന് അറിയാം ഇവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലാണ് ഇന്ത്യ പുറകോട്ടുള്ളതെന്ന് മനസ്സിലാക്കി അതിൽ അദ്ദേഹം എന്താ ചെയ്തു, നൈപുണ്യം നേടുകയും അത് ഇന്ത്യക്ക് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആവശ്യമുള്ളത്, ലോകത്തിന് എന്താണ് ആവശ്യമുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുക. ലോകം എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഓഡിയൻസ് എന്താണോ നമ്മൾ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ പാഷന്, നമ്മുടെ ആഗ്രഹം സഫലമാവുകയുള്ളൂ. സമയം വൈകിയതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ പരിസ്ഥിതി പ്രവർത്തനം നമുക്കറിയാം. പരിസ്ഥിതി പ്ലാസ്റ്റിക് കാര്യങ്ങൾ കവറുകൾ ഉപേക്ഷിക്കുന്ന ഒരു പരിസ്ഥിതി സംവിധാനത്തിൽ കവർ ഉണ്ടാക്കുന്നത് അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്.
അതേപോലെ പ്രായമായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ പാഷനുമായി ബന്ധപ്പെട്ട് കിട്ടും. നാലാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് പണം ലഭിക്കുന്നു, നമുക്ക് പണം ലഭിക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ പാഷൻ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉണർത്തുന്നത്. ഈ 4 കാര്യങ്ങൾ സംഗമിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പൊ പറഞ്ഞത് ആകത്തുക ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പാഷന് നമ്മൾ ആദ്യം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ശേഷം നമ്മുടെ പാഷനെ കണ്ടെത്തുക, അത് സ്കില്ലുമായി നമ്മളൊന്ന് ബന്ധപ്പെടുത്തുക. നമ്മുടെ സൂപ്പർ പവറുകളെ നമ്മൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുക. ശരിക്ക് ഇപ്പോഴും നമ്മൾ കണ്ടെത്തിയിട്ടില്ല അല്ലെ? ഏറ്റവും പവറുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തേണ്ട അത് നമ്മളെ തന്നെയാണ്. നമ്മുടെ ആരും അറിയാതെ കിടക്കുന്ന നമ്മുടെ കഴിവുകളെയും സ്വപ്നങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക, പുറത്തെത്തിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതം മനോഹരമാക്കുക. അതാണ് നമ്മുടെ സ്വയം കണ്ടെത്തുക എന്ന ആ സെൽഫ് ഡിസ്കവറിയുടെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാഷൻ കണ്ടെത്തി, നമ്മുടെ ഗ്രോത്ത് മൈൻഡ്സിനെ വലുതാക്കി, നമ്മുടെ സ്കില്ലിനെ കണ്ടെത്തി, നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ആരാണെന്ന് കണ്ടെത്താൻ ജീവിതം നമ്മെ കാത്തു നിൽക്കാറില്ല. നമ്മൾ ആരാവണമെന്ന് സൃഷ്ടിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഓർക്കുക, തുറമുഖത്തെ കപ്പൽ സുരക്ഷിതമാണ്, പക്ഷേ അതിനു വേണ്ടിയല്ല കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. താങ്ക് യു all. ഓക്കെ, ആർക്കെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടെങ്കിലോ മുന്നോട്ട് വരാം. ആർക്കും സംസാരിക്കാനില്ലാന്നോ? സർ, വളരെ മനോഹരമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറീസിലൂടെ ലളിതമായി തന്നെ നമ്മുടെ മൈൻഡിലേക്ക് എന്താ പറയണത്, ഗാഢമായി ഒരു ഇത് ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞു, മനസ്സിൽ ഉറയ്ക്കുന്ന പോലെ തന്നെ പറഞ്ഞു. അതിലെ 2 കാര്യങ്ങളാണ് എനിക്ക് വളരെയധികം ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. ഒന്ന്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ എനിക്ക് തോന്നിയത്. ഒന്ന്, നമ്മൾ ഫെയിലിയേഴ്സ് പോസിറ്റീവ്ലി കാണുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എപ്പോൾ ഫെയിലിയർ വരുമ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് വശം, സാർ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ തോൽക്കുന്നോ ആ തോൽവിയൊക്കെ ഒരു പഠനമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാന്നുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഫെയിലിയർ വരുമ്പോഴൊക്കെ നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഉയരാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവുമ്പം നമുക്കൊരു വിഷമം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അത് ലാസ്റ്റ് റിസോർട്ട് അല്ല. ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റും, ഉയരാൻ പറ്റും, ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നേറാം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഫീഡ്ബാക്ക്, നമ്മൾ ഗ്രോത്തിൽ എപ്പോഴും ആളുകളുടെ ഫീഡ്ബാക്ക് ഉണ്ടാവും, ആളുകൾ അഭിപ്രായങ്ങൾ പറയും. അപ്പൊ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു മനസ്സുണ്ടാവും. നമ്മുടെ ഗ്രോത്തിന് വേണ്ടി അത് ഉപകരിക്കുന്നതാണെങ്കിൽ അത് എടുക്കാനും, ഇനി അല്ല അത് ഉപകരിക്കുന്നല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് തള്ളിക്കളയാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. CV ധരിച്ചെടുക്കണം. നല്ല കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണോ അല്ലേ എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അത് പോസിറ്റീവ്ലി എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അല്ലാണ്ട് ഫീഡ്ബാക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇനി ഞാൻ ഒരിക്കലും ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല, എനിക്ക് മോശമായ ഒരു ഫീഡ്ബാക്ക് കിട്ടി എന്ന് വിചാരിച്ചിരിക്കരുത്. ഫീഡ്ബാക്കുകൾ തരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. ക്രിറ്റിസിസം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മൾ പോളിഷ്ഡ് ആവും എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ പറയും ഈ ഡയമണ്ട് ആവണമെങ്കിൽ, ഡയമണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ട് എത്ര വേദന സഹിച്ചിട്ടാണ് അത് ഡയമണ്ടായി മാറുന്നത്, തട്ടലും മുട്ടലും മുരക്കലും ഒക്കെ. അതുപോലെ തന്നെയാണ്, എത്രത്തോളം നമ്മൾ അതിലൂടെ കടന്നു പോകുന്നു അത്രയും നന്നായി നമുക്ക് തിളങ്ങാൻ പറ്റും എന്നുള്ളതാണ്.
അപ്പോൾ വളരെ മനോഹരമായി തന്നെ ആ ഒരു ടോപ്പിക് അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. അതുപോലെ ഇന്ന് നമുക്ക് ഇൻട്രോ പറഞ്ഞ ബേഗം ഷഹാനാമ്മ വളരെ നല്ലൊരു ഇൻട്രോ തന്നെയാണ് തന്നത്. ക്ലാസ് എടുത്ത അഷ്റഫ് സാർ ആയാലും നമ്മളിന്ന് എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് ട്രെയിനേഴ്സ് ടോക്കിൽ ആണ്. ട്രെയിനേഴ്സ് ടോക്കിന്റെ ഇനി മറ്റൊരു ക്ലാസ്, മറ്റൊരു സെഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാം, കാണാം. ഇത്രയും നേരം ഈ ക്ലാസ് കേട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ.